കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഗൗരിദേവി പൂജ നടക്കുക. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കാതെ എങ്ങനെ വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. വരരുത്. ചേച്ചി, ചേച്ചി. എന്താ കൗസല്യ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഭവാനി ഒരു പൂജ ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. നിങ്ങൾ ഒരു കാരണവശാലും ആ പൂജയ്ക്ക് വരരുത്. അത് പറയാനാ ഞാൻ വന്നത്. എന്താ മോളെ വരരുതെന്ന് പറയുന്നേ? വരരുതെന്ന് പറഞ്ഞതല്ലേ? ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങക്ക്. വരരുത്. ചേച്ചി, എന്താ വരരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നേ? അതാ എനിക്കും ഒന്നും മനസ്സിലാവാത്ത. കൗസല്യ ഒരു നല്ല കുട്ടിയായിരുന്നു. എല്ലാരോടും ചിരിച്ചോണ്ടല്ലേ സംസാരിച്ചിരുന്നത്. അവള് മര്യാദയല്ലാതെ നിന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ എന്തെങ്ങനെ ഭീഷണിയൊക്കെ? കൗസല്യ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്താണാവോ കുട്ടിക്ക് പറ്റിയത്? ഞാനും അതാ ആലോചിക്കുന്നത്. എന്താ പറ്റിയെന്ന് ആർക്കറിയാം? Excuse me, madam. Yes. Ma'am. പറയ്. മാഡത്തിനെ കാണാനായി അന്ന് പറഞ്ഞ ഫാർമ കമ്പനി നാളെ വന്നിട്ടുണ്ട്. അകത്തേക്ക് വിളിക്കട്ടെ മാഡം? വരാൻ പറയൂ. ശരി മാഡം. മാഡം നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ചെല്ലു. ഓ, താങ്ക് യു. It's okay. Hey. Hi. Hi, Geeta. How are you? I'm good. What about you? I'm good. Please sit down. Thank you. ഇതേക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ജെയിംസ്, MLT ഫാർമ ഷെയർ ഹോൾഡർ. Nice to meet you, sir. Yeah, same here. ആക്ച്വലി മാഡത്തിന് കുറെ നാളുകൊണ്ട് മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മാഡം ഓഫീസിലില്ലാന്ന് അറിഞ്ഞിരുന്നു. എന്റെ അനിയന്റെ മാരേജ് ആയിട്ട് നാട്ടിൽ പോയേക്കായിരുന്നു. ആ, അർജുൻ ഇപ്പൊ എവിടെയാ? അവൻ ഇപ്പോഴും നാട്ടിലാ. ഇങ്ങോട്ട് വരാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കും. ഇത് മാഡത്തിനോട് പേഴ്സണലായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാ മാഡം ഓഫീസിലേക്ക് എപ്പം വരുമെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തേ. ഓ, അങ്ങനെയാണോ? പറഞ്ഞോളൂ. ഞങ്ങളും നിങ്ങളുടെ ഫാർമ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. We heard that you are in the process of introducing some new medicines to the market. Yes, it's under processing. നാഗപുരത്തുള്ള ക്ഷേത്രത്തിൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ചില അത്ഭുത ശക്തികളുള്ള മരുന്നുകളുണ്ടെന്നും അതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നു അറിയാൻ കഴിഞ്ഞു. Of course. ഏകദേശം അതിന്റെ ജോലിയെല്ലാം കഴിഞ്ഞു വരുന്നു. ആ വർക്ക് കഴിഞ്ഞ പിന്നെ എന്റെ കമ്പനി ഇന്ത്യയിലെന്നല്ല വേൾഡിലെ തന്നെ നമ്പർ 1 ആവും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു റിസർച്ച് നടത്തിയിട്ട് അതിൽ നിങ്ങൾ വിജയിച്ചെങ്കിൽ ഈ മരുന്നിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറാണ്. Yeah, we are ready to invest 100 or more crores for your project. Thank you. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സാൻവി മാഡം. എത്രയും പെട്ടെന്ന് തന്നെ ആ ജോലി കഴിയും. അത് കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിനുശേഷം നമുക്കിരുന്ന് ഡിസ്കസ് ചെയ്യാം. Okay, we will meet you later. It's my pleasure. See you, Sanvi. Bye. 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 ആ ക്ഷേത്രത്തിലുള്ള രഹസ്യം എന്താണെന്ന് അറിഞ്ഞ എന്നെ തേടി 1000 കോടി എത്തും. പിന്നെയല്ല എനിക്ക് സ്വന്തമാവും. ആ ക്ഷേത്ര സംബന്ധിച്ചുള്ള രഹസ്യങ്ങളെല്ലാം
ആ ആദിത്യന് മാത്രം അറിയാവുന്ന. അതിന് കേൺ അപേക്ഷിച്ചിട്ടായാലും ഭീഷണിപ്പെടുത്തിയായാലും ക്ഷേത്രത്തിന്റെ രഹസ്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. മോളെ, ഗൗരി ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിച്ചോളുക. മോനെ, ദേവിയുടെ പാതാര വൃന്ദങ്ങളിൽ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ കുട്ടിക്കും കൂടി കൊടുക്കുക. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു സൃഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. കൗസല്യ, എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. വാ മോളെ. കൗസല്യ, നിന്നെ തന്നെയാ. എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പോകുന്നവരെയും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. സുമംഗലികളെ വിളിച്ചോ ഇല്ലേന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ കൗസല്യ പറയുന്നത്? നിനക്കൊന്നും ഓർമ്മയില്ലെന്നോ? സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല ഏട്ടാ. അതെങ്ങനെ മറന്നു എന്നാ നീ പറയുന്നേ? പറ, വിളിച്ചോ ഇല്ലയോ? പറയും മോളെ, എല്ലാരും ചോദിക്കല്ലേ, പോയിട്ട് എന്തായി? വിളിക്കാനല്ലേ പോയത്. വിളിച്ചിട്ടുണ്ടാവും അമ്മേ. വെയിലത്തല്ലേ പോയിട്ട് വന്നത്. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഓർമ്മയില്ലെന്നൊക്കെ പറയുന്നത് അമ്മേ. സുമംഗലികളെ വിളിച്ചല്ലോ മോളെ, ഇനി പേടിക്കേണ്ട കാര്യമില്ല. അവര് വരുമായിരിക്കുമല്ലോ. വിളിച്ചെന്ന് തോന്നുന്നേ. എന്താ വിളിച്ച പോലെ തോന്നുന്നു പറയുന്നേ? വിളിച്ചോ അതോ ഇല്ലേ? അതെ, വിളിച്ചു മുത്തശ്ശി, വിളിച്ചു. എന്താ നടന്നതെന്നറിയാതെ കൗസല്യ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഉറപ്പായും അതിനു പിന്നിൽ മല്ലി തന്നെയായിരിക്കും. മോളെ, ഗൗരി ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സുമംഗലികൾ വന്ന് താമ്പൂലം കൈമാറിയില്ലെങ്കിൽ ഈ പൂജ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശരിയായ രീതിയിൽ പൂജ ചെയ്തില്ലെങ്കിൽ അത് ദോഷമായി മാറും. എനിക്ക് അർജുനെ കൊല്ലണമെങ്കിൽ ഭവാനിക്ക് മേലെ ഈ ദോഷങ്ങളൊക്കെ ഭവിക്കണം.
എന്താടി? പൂജ മുടക്കാൻ വേണ്ടി നാഗമാതാവ് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നാ യാതൊരു തടസ്സം ഇല്ലാതെ പൂജ നല്ല വെടിപ്പായിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടോ? മല്ലി ഇത്രയ്ക്ക് സന്തോഷിച്ച് നിൽക്കണമെങ്കിൽ ഈ പൂജ മുടക്കാനുള്ള എന്തൊക്കെ അവള് ചെയ്തിട്ടുണ്ട്. ചോദിച്ചതിന് മറുപടി പറയാതെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ പൂജ കഴിയുന്നതിന് മുൻപ് ഇത് മുടങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കും. കുറച്ചു നേരം നീ ഒന്ന് ശല്യപ്പെടുത്താതെ വായ അടച്ച് അവിടെ മിണ്ടാതെ നിൽക്കാം. എന്താ നടക്കുന്നെന്ന് കണ്ടു തന്നെ അറിയാം. അമ്മേ, പൂജ കഴിയാറായിരിക്കണോ? ഇതുവരെ സുമംഗലികൾ വന്നില്ലല്ലോ. സുമംഗലികൾ വന്ന് താമ്പൂലം വാങ്ങാതെ ഈ പൂജയ്ക്കൊരു ഫലം ഉണ്ടാവില്ല. അത് മാത്രമല്ല, പൂജ ചെയ്യുന്നവർക്ക് തുടരെ തുടരെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ആപത്താണ്. കൗസല്യ, നീ പോയി വിളിച്ച അവര് വരും. നീ ശരിക്കും അവരെ ക്ഷണിച്ചായിരുന്നോ? ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിരിക്കുമല്ലേ. കൗസല്യ, നിന്നോടാ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? കൗസല്യ നമ്മളോട് വരണ്ടാന്ന് പറഞ്ഞിട്ടും ചേച്ചി എന്തിനാ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നേ? കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിലും പോകാൻ പാടില്ല, എന്ന് പൂജയ്ക്ക് ക്ഷണിച്ചില്ലെങ്കിലും അറിഞ്ഞു ചെല്ലണം. അതെ വിമലെ, അവര് ചെല്ലണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പോയി മഞ്ഞൾ ചോദിച്ചു വാങ്ങിക്കണം. അതിലൊരു തെറ്റുമില്ല. വരരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാ? നമ്മളെ പോലുള്ള സുമംഗലികൾ ചെന്നാല് അവർക്ക് സന്തോഷമാവത്തേ ഉള്ളൂ. ആരും തെറ്റായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. ആ ശരി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വാ പോകാം. ആ പോകാം, വാ. सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकादिसोन्यता यद्भानुसहस्राभा चतुर्बाहुसमन्ता नागस्वरूपभाषाढ्याक्रोधाकारां कुशोज्ज्वला मनोरूपेक्षुकोदण्डा पञ्चधर्मा सायिका प्रभापूरमञ्जुद्ब्रह्माण्डमण्डला चम्पकाशोकपुन्नाकसौगन्धिकलसित्वचा उर्विन्दमणिश्रेणीकनत्कोटीर्मण्डिता. പൂജ കഴിഞ്ഞിരിക്കുന്നു മോളെ. സുമംഗലികൾക്ക് ഭവാനിയുടെ കൈകൾ കൊണ്ട് താമ്പൂലം കൊടുത്താൽ ഈ പൂജ അതിന്റെ പൂർണ്ണതയിലെത്തും. സുമംഗലികൾ എത്തിയോ? സുമംഗലികൾ വന്നില്ലെങ്കിൽ ഈ പൂജ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലമ്മേ. മോളെ കൗസല്യേ, നീ പൂജയ്ക്ക് വിളിച്ചോ? അവര് വരുമല്ലോ അല്ലേ? അത് പിന്നെ പറ മോളെ. കൗസല്യ, ശരിക്കും നീ അവരെ ക്ഷണിച്ചായിരുന്നോ? വന്നു. ആ വന്നോളൂ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വാ. ഏയ്, നിൽക്കവിടെ. ഏയ്, എന്തിനെവിടെ വന്നത്? അയ്യോ കൗസല്യ, എന്താ ഇത്? നിങ്ങൾ അവിടെ മിണ്ടാതിരിക്ക. ഏയ്, വരരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ, പിന്നെ എന്തിനാ വന്നത്? അല്ല,
അല്ല അതല്ല, നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞെങ്കിലും മഞ്ഞളും കുങ്കുമത്തിനും വായടയ്ക്ക. പറഞ്ഞത് മനസ്സിലായില്ലേ? വരരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാ വലിഞ്ഞു കയറി വന്നത്? അല്പമെങ്കിലും നാണമുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. നിക്കൂ പ്ലീസ്, ഒരു നിമിഷം നിക്കൂ. കൗസല്യ, നീ ഇപ്പൊ എന്താ സംസാരിക്കുന്നത്? നീയല്ലേ പോയി ചടങ്ങിന് വിളിച്ചു എന്ന് പറഞ്ഞത്? നീ വിളിച്ചിട്ടല്ലേ അവര് വന്നത്? പിന്നെന്തിനാ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എന്തിനാ അവരെ ഇറക്കി വിടുന്നത്? നിങ്ങൾക്കൊന്നും അറിയില്ല. വായടയ്ക്ക്. ഏയ്, എന്തിനാ അവിടെ നിൽക്കുന്ന? വീണ്ടും പോകുന്നുണ്ടോ ഇല്ലയോ? മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറങ്ങി പോവിടുന്ന. മോളെ കൗസല്യേ, മോളെ കൗസല്യ നിക്ക്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? നിന്നോടാ പറഞ്ഞത്. പോയല്ല. കൗസല്യ ഇറങ്ങോട്ട്. പോവാൻ. എന്തൊരു സ്വഭാവം ഇത്? താമ്പൂലം വാങ്ങാൻ വന്ന കഴുത്തിന് പിടിച്ച് തള്ളുന്നു. മഞ്ഞളും കുങ്കുമവും വാങ്ങിക്കാൻ വന്നിട്ട് എന്തൊരു പെണ്ണാ ഇത്? മോളെ എന്ത് പറ്റി? ചേട്ടത്തി, അയ്യോ, കൗസല്യേ. ഏട്ടത്തി, മോളെ കൗസല്യേ. ഏട്ടത്തി, മോളെ കൗസല്യേ. എനിക്ക് ഏട്ടത്തി, ഏട്ടത്തി, കണ്ണൂർക്ക് എനിക്ക് ഏട്ടത്തി, ഏട്ടത്തി, എനിക്ക് കൗസല്യ, കൗസല്യ, എനിക്ക് കൗസല്യേ. കൗസല്യ, എന്താ പറ്റിയത്? എന്തു പറ്റി ഏട്ടത്തി? ചേട്ടത്തി, ചേട്ടത്തി, കൗസല്യ, എന്താ പറ്റിയ? കൗസല്യ, എന്ത് പറ്റി? എന്ത് പറ്റിയതാ നിനക്ക്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേച്ചി ഇതൊക്കെ? ഒന്നും അറിയാത്ത പോലെ പൂജയ്ക്ക് വന്ന സ്ത്രീകളെ ചേച്ചിയിലെ വഴക്കം പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാൻ ആരെ ഇറക്കി വിട്ടിട്ടില്ല. നിങ്ങളെല്ലാരും എന്തെങ്ങനെ പറയുന്നേ? എന്താ കൗസല്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിളിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു, ഓർമ്മയില്ലാന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചു എന്ന് പറഞ്ഞു, ഇപ്പൊ അതേ പറഞ്ഞും വിട്ടു. എന്നിട്ടിപ്പോ ഒന്നും അറിയില്ലാന്ന്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ എന്താ ഉണ്ടായത് കൗസല്യ? എന്തായിട്ടാ? ഞാൻ എന്തൊക്കെയോ ചെയ്തെന്ന് പറയുന്നല്ലോ. ഒരു കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. ഈ പൂജ പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടി നാഗമ്മ ചെയ്തത് അമ്മേ, ഓങ്കാര പരമേശ്വരി, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഗൗരി ദേവി പൂജ ചെയ്തത്. ഈ പൂജ തടസ്സപ്പെടാതെ അമ്മ തന്നെ ഞങ്ങളെ രക്ഷിക്കണം.
നമ്മുടെ ഭക്ത നമ്മിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. അവളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. താമ്പൂലം വാങ്ങാൻ വേണ്ടി ആരോ വരുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നല്ലോ. സുമംഗലികൾ വന്ന് താമ്പൂലം വാങ്ങിയാൽ ഗൗരീദേവി പൂജയുടെ ഫലമായി ഭവാനിക്ക് അനുഗ്രഹം ലഭിക്കുമല്ലോ. അങ്ങനെ നടക്കാൻ പാടില്ല. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഭവാനി ചെയ്യാനിരിക്കുന്ന പൂജയ്ക്ക് പോവുകയാണ്. പൂജ ചെയ്ത ഭവാനിയെ അനുഗ്രഹിക്കാനാ ഞങ്ങൾ പോകുന്നത്. ഭവാനി അനുഗ്രഹിച്ച് അവള് തരുന്ന താമ്പൂലം വാങ്ങാനാ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല. പോകരുത്. അതെന്താ പോയാലേ? നിങ്ങൾ പോയി താമ്പൂലം വാങ്ങിയാൽ ഭവാനി ചെയ്യുന്ന പൂജ പൂർണ്ണമായിടും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ ഭവാനി നിന്റെ ഭക്തിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഭക്തിക്ക് നല്ലത് സംഭവിക്കാതെ ദോഷം സംഭവിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? എന്റെ ഭക്തിയുടെ ഭർത്താവ് കാരണമാണ് ഞാൻ വിവാഹം ചെയ്യാനിരുന്ന എന്റെ പ്രഭുവിന് ഈ ദുരവസ്ഥ വന്നത്. എന്റെ പ്രഭുവിനെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ ഭവാനിയുടെ ഭർത്താവിനെ എനിക്ക് കൊന്നേ മതിയാകൂ. എന്റെ ഭക്തയായ ഭവാനിയുടെ ഭർത്താവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൾ വ്രതം നോറ്റി പൂജ ചെയ്യുന്നത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ പൂജ പൂർണ്ണമാകാൻ പാടില്ല. നിന്റെ ഭക്ത എന്നിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഗൗരി ദേവിക്ക് പൂജ ചെയ്യണമെന്ന് ഞാനാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ ഭവാനിയുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു. എന്നാൽ ഞാൻ എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നു. നിങ്ങൾ ഭവാനിയെ പോയി അനുഗ്രഹിച്ചാൽ അതിനുശേഷം എന്റെ പ്രശ്നം വലുതായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. നീ പൂജ പൂർത്തീകരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ പൂജ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീ നിന്റെ കടമ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും എന്റെ കടമ ചെയ്യേണ്ടതല്ലേ? ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ അവിടെ പോകുന്നതിൽ നിന്ന് തടയാനാണ്. നീ തടയണമെന്ന് വിചാരിച്ചാലും ഞങ്ങളെ തടയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. ഒരു ഗ്രാമദേവത എന്ന നിലയിൽ ഗ്രാമത്തിലുള്ളവരെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എന്നിൽ അഭയം പ്രാപിച്ചവർക്ക് ബഹുമാനം നൽകുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും എന്റെ ധർമ്മമാണ്. നിനക്ക് വേണ്ടി എന്റെ കടമയും ധർമ്മവും എനിക്കില്ലാതാക്കാൻ കഴിയുകയില്ല. ഇല്ല, നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല.